മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകൾക്കായുള്ള സ്ഥലത്തിന്റെ അഡ്വാൻസ് കൈമാറിയതായി ടി സിദ്ദിഖ് MLA. രജിസ്ട്രേഷൻ നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ മാസം നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങും എന്നും MLA അറിയിച്ചു. ഈ മാസം രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാകും. ഈ മാസം തന്നെ കോൺഗ്രസ് ഭവന പദ്ധതിയുടെ തുടക്കം കുറിക്കും. സ്ഥലം ഞങ്ങൾ കണ്ടെത്തി, സ്ഥലത്തിന്റെ അഡ്വാൻസ് കൊടുത്തു. ഞങ്ങൾ അതിന്റെ ലീഗലായിട്ടുള്ള എല്ലാ ഫോർമാലിറ്റീസും ഞങ്ങൾ പൂർത്തീകരിച്ചു. ഞങ്ങൾ അതിന്റെ നടപടികൾ, അതിന്റെ കോണ്ടൂർ മാപ്പിംഗ് പൂർത്തീകരിച്ച് അതിന്റെ ഡിസൈനിങ്ങിന് വേണ്ടി ഒരു വലിയ ടീമിനെ ഏൽപ്പിച്ച് നിർമ്മാണത്തിനുള്ള ഏജൻസിയുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഫൈനൽ സ്റ്റേജിൽ. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, KPCC നേതൃത്വത്തിനോട് കഴിഞ്ഞ കുറേ നാളുകളായി ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, നിങ്ങൾ പറഞ്ഞ വീടുകൾ വയനാട്ടിൽ എവിടെയാണ്, അത് ഉയരുമോ എന്ന ചോദ്യം നിരന്തരമായി കോൺഗ്രസ് നേതൃത്വത്തിന് മേൽ വരുന്നുണ്ട്. ആ ഘട്ടത്തിലൊന്നും വ്യക്തമായ മറുപടിയും നേതാക്കൾ പറയുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്താണ് ടി സിദ്ദിഖ് MLA വ്യക്തമാക്കുന്നത്? എവിടെയാണ് ഈ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്? എവിടെയാണ് കോൺഗ്രസ് വീടുകൾ നിർമ്മിക്കാൻ പോകുന്നത്? രജിസ്ട്രേഷനിലേക്ക് കടക്കുകയാണല്ലോ. അപ്പോൾ എവിടെയാണ് ആ ലാൻഡ് എന്നെങ്കിലും കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ടോ? വിജയകുമാർ, ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ചൂരൽമലയിലെ മുണ്ടക്കയിലെ ദുരന്തബാധിതരുടെ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ, നേരത്തെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു, കോൺഗ്രസിന്റെ നേതാവായിരുന്നു നസീർ ആലക്കലിനെ CPIM ഓഫീസിലെത്തിച്ച് CPMന്റെ ഭാഗമാക്കിയിട്ടുണ്ട് CPIM. അതോടൊപ്പം തന്നെ 32 കുടുംബങ്ങളെയും അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്നും CPMന്റെ ഭാഗമാക്കിയിട്ടുണ്ട്. ഈ ഒരു അവസ്ഥ നിലനിൽക്കുന്നു. ആ അവസ്ഥയിൽ നസീർ ആലക്കൽ ഉൾപ്പെടെ വീട് എവിടെ എന്നുള്ള ചോദ്യം ഉന്നയിച്ചു. ഏതാനും നാളുകളായി CPM അടക്കം ഈ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അതിന് കൃത്യമായ മറുപടിയാണ് ഇപ്പോൾ ടി സിദ്ദിഖ് നൽകിയത്. പല കാര്യങ്ങളും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നസീർ ആലക്കലിന്റെ CPM പ്രവേശനം രാഷ്ട്രീയ കോമാളിത്തം, രാഷ്ട്രീയ പാപ്പരത്വം എന്നുൾപ്പെടെയുള്ള വിശേഷണങ്ങളാണ് കോൺഗ്രസ് നേതാക്കൾ നൽകിയത്. കാലങ്ങളായി നസീർ കോൺഗ്രസിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളാണ്, പാർട്ടി പരിപാടികൾ പങ്കെടുക്കാറില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനിടയിലാണ് കൃത്യമായ മറുപടി ഈ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ടി സിദ്ദിഖ് പറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസ് പ്രഖ്യാപിച്ച സ്ഥലത്തിന്റെ അഡ്വാൻസ് കൈമാറിയിട്ടുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക പഠനത്തിനായി ഒരു ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. ഇതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ മാസം തന്നെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങുമെന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനം അതാണ് നടത്തിയിട്ടുള്ളത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പല കോണുകളിൽ നിന്ന് ഈ ചോദ്യം ഉയർന്നതാണ്. ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു മറുപടി. പക്ഷേ ഈ സ്ഥലം ഏത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി ലഭിച്ചിട്ടില്ല. എന്തായാലും ആ സ്ഥലം രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നതോടുകൂടി സ്ഥലം കാണിക്കും. ആ സ്ഥലത്ത് എന്തായാലും നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ തന്നെ നടപ്പാക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നുള്ള പ്രഖ്യാപനമാണ് ടി സിദ്ദിഖ് MLA നടത്തിയിരിക്കുന്നത്. എന്തായാലും ഏതാനും ദിവസങ്ങളായി തന്നെ ഈ വിഷയം തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലടക്കം ഉയർത്തുന്നുണ്ടായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ, മറ്റു പാർട്ടികൾ. എന്തായാലും ആ ചോദ്യത്തിന് മറുപടിയായാണ് അദ്ദേഹം പറഞ്ഞത്. രജിസ്ട്രേഷൻ നടപടി പൂർത്തിയായിട്ടുണ്ട്, വേഗത്തിൽ തന്നെ വീടിന്റെ നിർമ്മാണം ആരംഭിക്കാനുള്ള നടപടിയിലേക്ക് കടക്കുകയാണെന്നുള്ളതാണ് ടി സിദ്ദിഖ് MLA വ്യക്തമാക്കിയത്. ഈ മാസം നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങും എന്നാണ് ടി സിദ്ദിഖ് MLA അറിയിച്ചിരിക്കുന്നത്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയം കൂടിയാണ് കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വീടുകൾ എവിടെ എന്ന ചോദ്യവും അതിനിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന ഈ മറുപടിയും. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന് തലേന്ന് ടി സിദ്ദിഖ് MLA നൽകുന്ന വിശദീകരണം പ്രധാനപ്പെട്ടതാണ്. തന്നെയുമല്ല, അവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കളിൽ ഒരു വിഭാഗം ഇക്കാര്യത്തിൽ പാർട്ടി നേതൃത്വത്തെ കുറ്റപ്പെടുത്തി CPMന്റെ ഭാഗമാകാൻ തീരുമാനമെടുത്ത ദിവസം കൂടിയാണിത്. ആ ദിവസമാണ് ടി സിദ്ദിഖ് MLA വിശദീകരണവുമായി രംഗത്ത് വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.